Good morning, my dears. Our next topic, secondary distribution. Previous class primary distribution summary നമ്മൾ problems ചെയ്തിരുന്നു. Then next one is secondary distribution. അപ്പോൾ overhead expenses-കളെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലൂടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ ഏതിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സെക്കൻഡറി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുൻപ് പഠിച്ചിരിക്കുന്നതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്തെന്ന് പറയുന്നു? റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. Then after the primary distribution, all overhead expenses will be brought under the production and service department. നമുക്കറിയാം ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഓൾ എക്സ്പെൻസസ് വിൽ ബി ബ്രോട്ട് അണ്ടർ ദി പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മൾ പറയുന്നു ഇപ്പോൾ സാലറി, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, ലൈറ്റിംഗ്, സൂപ്പർവിഷൻ, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്ന വേരിയസ് എക്സ്പെൻസസ് ഓവർഹെഡുകൾ നമുക്ക് തന്നിരിക്കാം. ഈ വേരിയസ് എക്സ്പെൻസസുകളെല്ലാം സ്യൂട്ടബിൾ ബേസിസിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്യൂട്ടബിൾ ബേസിസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അലോട്ട് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓവർഹെഡ് എക്സ്പെൻസസിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ എ, ബി, സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ സി, ഡി അല്ലെങ്കിൽ വേറെ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ തന്നെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് നമ്മൾ നോക്കണം. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അസറ്റ് വാല്യൂ, ദെൻ ലൈറ്റിംഗ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, ഹോഴ്സ് പവർ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ഓരോ എക്സ്പെൻസുകളെയും എ, ബി, സി ആൻഡ് ദെൻ ഡി, ഇ എന്നൊക്കെ പറയുന്ന വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളെയും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ കോസ്റ്റ് നമുക്ക് ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതുവരെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ then അവിടെ after the primary distribution, all overhead expenses will be brought under the production and the service department. As service department do not engage in manufacturing operations, they have no finished output to which the overhead can be charged. So the overhead of service department should be redistributed to the production department where the actual production take place. The process of redistribution of service department cost to production department is termed as secondary distribution or reapportionment. അതായത് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സഹായിക്കാനാണ് പിന്നെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ കൂടെ ഉണ്ടാവാറുള്ളത്. ഇവിടെ ദി പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ആദ്യം നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ എക്സ്പെൻസുകളെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ദ പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. The process of redistribution of service department cost to production department is termed as secondary distribution or reapportionment. Then what is meant by secondary distribution? The process of redistribution of service department cost to production department is termed as secondary distribution or reapportionment. After the secondary distribution, all overhead will be brought under the production department only.
അതായത് ആഫ്റ്റർ ദി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് എല്ലാ കോസ്റ്റുകളും എല്ലാ ഓവർ ഹെഡുകളും ഏതിൻ്റെ കീഴിൽ മാത്രമായി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മാത്രമായി. ഇൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിവിജ്വൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബട്ട് ഇൻ ദ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ റീഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫോളോഡ് ബൈ ദി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ, ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. ദെൻ അവിടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും എന്താണെന്ന് നോക്കാം. എല്ലാ എക്സ്പെൻസുകളെയും 3 4 അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നു? ദറ്റ് ഈസ് അപ്പോർഷൻമെൻറ്റ്, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതിനുശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും അലോട്ട് ചെയ്തതിന് ശേഷം, അപ്പോർഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എടുത്തുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടലിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? റീ അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റീ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് എല്ലാം ടോട്ടൽ ചെയ്ത് വരും. അതെല്ലാം എടുത്ത് അവസാനം അതിൻ്റെ ടോട്ടൽ എടുത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാവും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എവിടേക്ക് പോയി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ദ പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടേംഡ് ആസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീഅപ്പോർഷൻമെൻറ്റ്. ദെൻ ബേസിസ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റ് നന്നായിട്ട് പഠിക്കാനുണ്ട്. മുൻപത്തെ പോലെ തന്നെ ബേസിസ് ആണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ബേസിസ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റ്. Then first one is first column service department and second area that is base for reapportionment and നോക്കുക. Then first one is purchase department. Purchase department എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ എയ്ഡ് ചെയ്യുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏത് ബേസിലായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുക? ദറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് മെയ്ഡ്, വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്. അതാണ് നമ്മൾ എടുക്കേണ്ട ബേസിസ്. അതായത് എ ബി സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് കരുതുക. അതേസമയം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി എന്നുള്ള പേരിൽ അവിടെ കിടക്കുന്നുണ്ട്. ഡിയുടെ ടോട്ടൽ കോസ്റ്റിനെ എ ബി സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യണം. അങ്ങനെ അപ്പോർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്പോർഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇതെന്താണ്? ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് മെയ്ഡ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ ലേബർ അവേഴ്സ്. അപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ ലേബർ അവേഴ്സ്. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്. സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് റിക്വിസിഷൻസ് ഓർ മെറ്റീരിയൽ യൂസ്ഡ്. പവർ ഹൗസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ലേബർ അവേഴ്സ് വർക്ക്ഡ്. ക്യാൻറ്റീൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇൻസ്പെക്ഷൻ വാല്യൂ ഓഫ് ഐറ്റംസ് ഇൻസ്പെക്റ്റഡ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് വെയ്റ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പവർ ഹൗസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ക്യാൻറ്റീൻ, ലേബർ വെൽഫെയർ, ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് ഓർഡേഴ്സ്, ടൈം കീപ്പിംഗ് നമ്പർ ഓഫ് വർക്കേഴ്സ്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്, സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് റിക്വിസിഷൻസ്, പവർ ഹൗസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ്, ക്യാൻറ്റീൻ നമ്പർ ഓഫ് എംപ്ലോയീസ്, ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇൻസ്പെക്ഷൻ വാല്യൂ ഓഫ് ഐറ്റംസ് ഇൻസ്പെക്റ്റഡ്, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് വെയ്റ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ്സ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റ്. എങ്ങനെയാണ് നമ്മളിത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഅപ്പോർഷൻ ചെയ്യാം.
അതിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ മെത്തേഡിലൂടെ ആയിരിക്കും റീഅപ്പോർഷൻമെൻറ്റ് നടത്തുക? അപ്പോൾ റീഅപ്പോർഷൻമെൻറ്റ് നടത്താനായിട്ട് റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂട്ടിംഗ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. Then our first one is direct redistribution method, then step method, reciprocal service method. 3 methods ആണ് ഇവിടെ പറയുന്നത്. അതായത് റീഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഈ മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്. First one is direct method. Then second one is step method. Step method. And third one is reciprocal. That is a reciprocal services. Reciprocal service method. അതായത് ഒന്ന് ഡയറക്റ്റ് മെത്തേഡാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എടുത്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഏതാണോ പ്രൊപ്പോർഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ പ്രൊപ്പോർഷനിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഡയറക്റ്റായിട്ട് അലോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സർവീസസ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ സർവീസ് കോസ്റ്റുകളെ എന്ത് ചെയ്യണം, മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൂടെ അവൈൽ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുന്ന അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ റെസിപ്രോക്കൽ സർവീസസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ അത്തരം ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ ഏതൊക്കെ മെത്തേഡുകളുണ്ടെന്ന് മനസ്സിലാക്കാം. സെക്കൻഡറി മെത്തേഡിലെ മെത്തേഡ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി മെത്തേഡിലെ മെത്തേഡ് ഓഫ് റീഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. Second one is step method. Third one is reciprocal service method. Then first one is direct redistribution method. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി മെത്തേഡ് എന്നുള്ള പേരിൽ പറയുന്ന ഡയറക്റ്റ് മെത്തേഡ്. എന്താ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദി മെത്തേഡ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് a service department renders services to production departments only. Service rendered by service department to other service departments are ignored. Then accordingly overhead of service department is directly redistributed to the production department only. അതായത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡയറക്റ്റ്ലി റീഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഏതൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടോ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് എക്സ്പെൻസസുകളെല്ലാം തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അലോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദെൻ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ദീസ് മെത്തേഡ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെൻഡേഴ്സ് സർവീസസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. സർവീസ് റെൻഡേഡ് ബൈ എ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഇഗ്നോർഡ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും DE എന്ന് പറയുന്ന 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ D എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് E എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അവൈലബിൾ ആണെങ്കിൽ അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സ്റ്റെപ്പ് മെത്തേഡിലോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡിലോ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സർവീസസ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡയറക്റ്റ് മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടല് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ദെൻ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലം ശ്രദ്ധിക്കുക. Then first one is problem. Popular Industries Limited has 3 departments A, B, C and 5 service departments. Following are the cost as per primary distribution summary for the month of January 2020. Production department A 60,000, B 45,000, C 25,000. Total 1,30,000.
ഇതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്? ക്യാൻറ്റീൻ, ടൈം കീപ്പിംഗ്, അക്കൗണ്ട്സ്, സ്റ്റോഴ്സ്, പവർ. ക്യാൻറ്റീൻ 12,000, ടൈം കീപ്പിംഗ് 9,000, അക്കൗണ്ട്സ് 15,000, സ്റ്റോഴ്സ് 4,000, പവർ 10,000, ടോട്ടൽ 50,000. ഈ ഒരു സ്ഥാപനത്തിലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 5 സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ദെൻ താഴെ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ അവൈലബിൾ in respect of the production department. Following details are available in respect of the production department. Department A, Department B, Department C. 3 production department le. Then number of workers 16, 8, 6. Horsepower of machines 60, 40, 25. Number of stores requisitions 250, 150. Apportion the cost of service department to production department. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകളെ നമ്മൾ ഇതിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യേണ്ടതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റൻ എന്താ? അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണ്? ക്യാൻറ്റീൻ, ടൈം കീപ്പിംഗ്, അക്കൗണ്ട്, സ്റ്റോഴ്സ് ആൻഡ് പവർ. ഇതെല്ലാം ഏതിലേക്ക് നമ്മൾ കൊടുക്കണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? റീ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ക്യാൻറ്റീൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ഏതിൻ്റെ ബേസിലാണ്? തൊട്ട് നേരത്തെ പറഞ്ഞു, ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ്. ദെൻ ടൈം കീപ്പിംഗ് നമ്പർ ഓഫ് വർക്കേഴ്സ്, അക്കൗണ്ട്സ് നമ്പർ ഓഫ് വർക്കേഴ്സ്, സ്റ്റോഴ്സ് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ. നമുക്ക് തന്നിട്ടില്ലേ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ? ലാസ്റ്റ് തന്നിട്ടുണ്ട് 250, 150. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പവർ, ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 എക്സ്പെൻസുകളെയും ഈ 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് റീ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് ഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ഐറ്റം. ഐറ്റംസ് ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി. നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് ഐറ്റംസ്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐറ്റംസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്. Basis of apportionment. Then total. Production department. Production department. Production department le A, B, C. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ സമ്മറി അവർ തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മറിയും തന്നിട്ടുണ്ട്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? റീ അപ്പോർഷൻമെൻറ്റ് ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ആദ്യം തന്നെ നമുക്ക് എഴുതേണ്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രമാത്രമാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി.
primary distribution summary. Primary distribution already നമുക്ക് ബേസ് ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതിൽ ടോട്ടൽ 1,30,000, then 60,000, 45,000, then 25,000. ഇതാണ് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ തന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഇനി ഏതൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്മറിയാണ് നമ്മൾ കാണിക്കേണ്ടത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് വൺ ഈസ് ക്യാൻറ്റീൻ, ടൈം കീപ്പിംഗ്, then accounts, stores, and power. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? ദെൻ ക്യാൻറ്റീൻ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പവർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 12,000, ദെൻ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് 12,000, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈം കീപ്പിംഗ് 9,000, then accounts department 15,000, then stores 4,000, then power 10,000. അപ്പോൾ ഏതൊക്കെയാണ് ടോട്ടൽ? ക്യാൻറ്റീൻ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ 12,000, then ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 9,000, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് 15,000, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 4,000, പവർ എന്ന് പറയുന്നത് 10,000. ഇതാണ് 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റുകൾ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ കോസ്റ്റുകളെയെല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഈ 12,000 ഏത് ബേസിലാണ് ഇവിടേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ്, കണ്ടോ? ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് വർക്കേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 16:8:6, that is 8:4:3. ഇതാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ട ബേസ്. ദെൻ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:4:3. 8 + 4 that is 12, 12 + 3 that is 15. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് എത്ര പോർഷൻ പോവും? ദെൻ 12,000 ഇൻറ്റു കണ്ടോ എ ബി സി ഇതിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ക്യാൻറ്റീൻ എക്സ്പെൻസിന് 12,000 കണ്ടോ 12,000 ഇൻറ്റു 8/15. നെക്സ്റ്റ് 12,000 ഇൻറ്റു 4/15. സീനെ സംബന്ധിച്ചിടത്തോളം 12,000 ഇൻറ്റു 3/15. ഇങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് വർക്കേഴ്സ് 16:8:6. അതിനൊരു അനുപാതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഒന്നുകൂടി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തു. 8:4:3 എന്ന് പറയുന്ന റേഷ്യോ കിട്ടി. അങ്ങനെ ക്യാൻറ്റീൻ എക്സ്പെൻസുകളെ ഇവിടെ നമ്മൾ ക്യാൻറ്റീനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ക്യാൻറ്റീൻ എക്സ്പെൻസസിനെ 8:4:3 എന്ന് പറയുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രൊപ്പോർഷനിലെടുത്ത് ക്യാൻറ്റീൻ എക്സ്പെൻസസ് 12,000 ആണ്. 12,000 ഇൻറ്റു 8/15 എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനും 12,000 ഇൻറ്റു 4/15 എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനും 12,000 ഇൻറ്റു 3/15 എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനും അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ 6,400, 3,200, 2,400.
ആണോ? ഇതാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നെക്സ്റ്റ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 9,000 ആണ്. ഈ 9,000-നെ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ 8:4:3. ഇവിടെയും 8:4:3. അപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഏത് രീതിയിൽ തന്നെയാണ് സെയിം കണ്ടോ? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ബേസ് പഠിച്ചിരിക്കണം. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 8:4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് എക്സ്പെൻസസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 9,000 × 8/15, 9,000 × 4/15, 9,000 × 3/15. That is 4,800. That is 2,400. Then 1,800. ഇത് മനസ്സിലായല്ലോ? 4,800, 2,400, 1,800. നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അക്കൗണ്ട്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അപ്പോർഷൻ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നതാണ്. ദെൻ 8:4:3 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ എടുക്കാം. 15,000 × 8/15, 15,000 × 4/15, then 15,000 × 3/15. 8,000, 4,000, then 3,000. 8,000, 4,000, 3,000. ദെൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നതിന് ഏത് ബേസ് ഏതാണ് എടുക്കേണ്ടത് നോക്കണം. ഏതിൻ്റെ ബേസിസിലാണ് നമ്മൾ എടുക്കേണ്ടത്? ദെൻ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ. അവിടെ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ നമ്പർ ഓഫ് ബേസിസ് ഏതാ? നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ. ഈ സ്റ്റോഴ്സ് റിക്വസിഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് 5:2:1. 5:2:1 എന്നുള്ള റേഷ്യോ. അപ്പോൾ സ്റ്റോഴ്സ് റിക്വസിഷൻ നോക്കാം. സ്റ്റോഴ്സ് റിക്വസിഷനിൽ 250:100:50. 5 കൊണ്ട് നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 50, then 1, then 100 divided by 50, that is 2. 250 divided by 50, that is 5. റേഷ്യോ എങ്ങനെയാണ് വന്നത്? 5:2:1. അപ്പോൾ നമ്മളിവിടെ എഴുതാം സ്റ്റോഴ്സിലെ നമ്പർ ഓഫ് റിക്വസിഷൻ എന്ന് പറയുമ്പോൾ ദെൻ അവിടെ റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5:2:1. 4,000-നെ 4,000 × 5/8, 4,000 × 2/8, then 4,000 × 1/8. Then answer is 4,000, 2,500, 1,500. Then next one is power എന്ന് പറയുന്നത് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. പവറിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. കണ്ടോ? ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ഇനി തന്നിരിക്കുന്ന ഹോഴ്സ് പവർ HP. ഹോഴ്സ് പവറിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 60:40:25. ഇതിനെ നമുക്ക് 5 കൊണ്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദറ്റ് ഈസ് 12:8:5. ഇനി അത് 8 ഉള്ളതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദെൻ 12:8:5. ദെൻ 12 + 8 ദറ്റ് ഈസ് 20. 20 + 5 25. ദെൻ ഇതിൽ ഓരോ പോർഷൻ എടുക്കണം. 10,000 × 12/25. ദെൻ ബിയെ സംബന്ധിച്ചിടത്തോളം 12,000-ലെ ദെൻ 10,000 × 8/25.
ഇതിനെവിടെയാണെങ്കിലോ 10,000 ഇൻറ്റു 5/25. ഇങ്ങനെ ഈ 10,000 റുപ്പീസിനെ ഇതിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 4,800, 3,200, 3,200, then 2,000. Okay, then total 1,80,000. The next one is 86,500, then 58,800, 34,700. അതാണ് നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതേസമയം 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന എല്ലാ എക്സ്പെൻസുകളെയും അലോക്കേറ്റ് ചെയ്യേണ്ടടുത്ത് അലോക്കേറ്റ് ചെയ്യുകയും അപ്പോർഷൻ ചെയ്യേണ്ട സ്ഥലത്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC എന്നെഴുതും. പിന്നെ ബാക്കി വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിൽ എഴുതും. അങ്ങനെ അലോട്ട് ചെയ്ത് അപ്പോർഷൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 60,000, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി 60,000, B 45,000, C 25,000. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി 12,000, 9,000, 15,000, 4,000, 10,000. അപ്പോൾ ഇവിടെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പറയുന്ന ഓവർ ഹെഡുകളെ ഏതിലേക്ക് അപ്പോർഷൻ ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്തതിന് ശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ മാത്രമാണുള്ളത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലേക്ക് മാറ്റി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീ അപ്പോർഷൻമെൻറ്റ് ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും ബേസിസ് എന്നുള്ളത് ബേസിസ് മുൻപ് തന്നിരിക്കുന്ന പോലെ ആ ബേസിസ് പഠിക്കുക. അതിനുശേഷം ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലും, ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ്, അക്കൗണ്ട്സ് നമ്പർ ഓഫ് വർക്കേഴ്സ്, സ്റ്റോഴ്സ് നമ്പർ ഓഫ് റിക്വസിഷൻ, പവർ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ, ഈ ബേസിലാണ് നമുക്ക് തന്നിരിക്കുക. ദെൻ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്പർ ഓഫ് വർക്കേഴ്സിന് ഇതേ രീതിയിൽ പ്രൊപ്പോർഷൻ ചെയ്തതിന് 12,000 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 9,000 ഡിവൈഡ് ചെയ്ത് 15,000 അപ്പോർഷൻ ചെയ്ത് ABC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A ഈസ് ഈക്വൽ ടു 86,500. ദെൻ അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് B 58,800, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് C 34,700. ഇങ്ങനെയാണ് എന്ത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ദെൻ അത് നിങ്ങൾ എഴുതിയെടുക്കുക. അതേസമയം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്യാം. ദ ഫോളോയിങ് ഡാറ്റ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബുക്സ് ഓഫ് ലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനി for the half year ending 30th September 2016. Calculate the departmental overhead rates for each of the production department, assuming that the overhead are recovered as a percentage of direct wages. Then production departments and service department. Production department le ABC, service department XY. Direct wages 7,000, 6,000, 5,000. Service department 1,000, 1,000. Direct material 3,000, 2,500, 2,000. 1,500 service department, 1,000 department Y. Then employees 200, 150, 150. Then service department 50, 50. Electricity 8,000, 6,000, 6,000. Service department 2,000, 3,000. Then light points 10, 15, 15. Service department 5, 5. Asset value, then production department 50, 30, 20. Service department 10, 10.
ഏരിയ ഓക്യുപ്പൈഡ് 800, 600, 600. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 200, 200. അപ്പോൾ ഇത്ര വരെയും പറഞ്ഞതും നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എന്ത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് വേജസ് ബേസിസ് തന്നിട്ടുണ്ട്. ഇനി താഴെ ദ എക്സ്പെൻസസ് ഫോർ 6 months വേർ ഫസ്റ്റ് വൺ ഈസ് സ്റ്റോർസ് ഓവർ ഹെഡ് 400, then motive power 1500, electric lighting 200, labor welfare 3000, depreciation 6000, repairs and maintenance 1200, general overheads 10,000, rent and tax 6,000. Then apportion the expense of service department X in the ratio of 4:3:3 and that of department Y in proportion to direct wages to department A, B, C respectively. ദെൻ ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ സാധാരണ ഓരോന്നും ഏത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ ഏത് ബേസിലായിരിക്കും നമുക്ക് ഓവർ ഹെഡ് ഏത് രീതിയിലായിരിക്കും നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കുക. ആ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അവസാനിപ്പിച്ചതിന് ശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ അവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ സമ്മറി കാണിച്ചു തരാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും കൂടെയുള്ളൊരു പ്രോബ്ലമാണ്. ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവാം. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഈ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. items, then basis, then total, production department, production department A, B, C. then 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് D, E. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഓരോ എക്സ്പെൻസുകളെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവിടെ ഫസ്റ്റ് വൺ ഈസ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് സ്റ്റോർസ് ഓവർ ഹെഡ്സ്, അതേപോലെ തന്നെ ഓവർ ഹെഡ് മോട്ടീവ് പവർ, ഇലക്ട്രിക് ലൈറ്റിംഗ്, ലേബർ വെൽഫെയർ, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ജനറൽ ഓവർ ഹെഡ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യത്തെ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് വേജസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലും, ഡയറക്റ്റ് വേജസ് ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം. അപ്പോൾ ആദ്യം നമ്മൾ ആ പ്രോബ്ലം എഴുതിയെടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ഒരേ സമയം സോൾവ് ചെയ്തിരിക്കുക. അപ്പോൾ മുൻപത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും കൂടെ ഒരേ സമയം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സ്പെൻസുകൾ ആദ്യം ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ ഹെഡിങ് കൊടുക്കാം ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ. ഈ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും ഓൾറെഡി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എൻ്റർ ചെയ്താൽ മതി. അത് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് വേജസ് അത് ഡയറക്റ്റ് അലോക്കേഷനാണ്, അപ്പോർഷൻ ചെയ്യുന്നില്ല. ദെൻ അതെന്താണ്? ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് അലോക്കേഷനാണ് വരുന്നത്. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ 1000. ദെൻ ടോട്ടൽ 2000.
Then next one is direct material, direct allocation ആണ് 2500. Then service department 1500 1000 അങ്ങനെയാണ് 2500 കിട്ടിയിരിക്കുന്നത്. Then next ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ ഓവർഹെഡ് എക്സ്പെൻസുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അപ്പോർഷൻ ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അപ്പോർഷൻ ചെയ്യുമ്പോൾ ആദ്യം ഏതൊക്കെയാണ് എക്സ്പെൻസസുകളുള്ളത്? സ്റ്റോഴ്സ് ഓവർഹെഡ്, മോട്ടീവ് പവർ, then lighting, labor welfare, depreciation, repairs, general expenses, rent and taxes. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓവർഹെഡ് എക്സ്പെൻസസ്. ഈ ഓവർഹെഡ് എക്സ്പെൻസുകളെല്ലാം ഈ എത്രയാ? സ്റ്റോഴ്സ് 400, മോട്ടീവ് പവർ 1500, ഇതിനെയൊക്കെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോർഷൻ ചെയ്യണം. അത് അപ്പോർഷൻ ചെയ്യുമ്പോൾ ഏത് ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോഴ്സ് ഓവർഹെഡ്, ഇതാണ് പഠിക്കേണ്ടത്. സ്റ്റോഴ്സ് ഓവർഹെഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ സ്റ്റോഴ്സ് ഓവർഹെഡ് ഡയറക്റ്റ് മെറ്റീരിയൽ ഓവർഹെഡിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ 3000, 2500, 2000, 1500, 1000 അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ദെൻ അതിന് നമ്മൾ ഡിവൈഡ് ചെയ്തു 6:5:4:3:2. ദെൻ 400 ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ 120, 100, 80, 60, 40. ദെൻ നെക്സ്റ്റ് മോട്ടീവ് പവർ എന്ന് പറയുന്നത് കിലോ വാട്ടിലാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ദെൻ കിലോ വാട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 8000, 6000, 6000, 2000, 3000 എന്ന് പറയുമ്പോൾ 8:6:6:2:3. അപ്പോൾ 8 6 14, 14 6 20, 25. അപ്പോൾ 1500 ഇൻറ്റു 8/25, 1500 ഇൻറ്റു 6/25 എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ? മോട്ടീവ് പവർ കിലോ വാട്ട്, ഇവിടെ ബേസ് വന്നിരിക്കുന്നത് കിലോ വാട്ടാണ്. നെക്സ്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലൈറ്റിങ്ങിലെ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. നിങ്ങളുടെ ബുക്കിലെ ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് 2:3:3:1:1, അതായത് 10:15:15:5:5. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:3:3:1:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനാണ് കിട്ടുക. ദറ്റ് ഈസ് 200, 40, 60, 60, 20, 20. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലേബർ വെൽഫെയറിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിരിക്കുന്നത് 200, 150, 150, 50, 50. ദെൻ 4:3:3:1:1, 3000നെ നമ്മൾ 1000, 750, 750, 250 ഇങ്ങനെ അപ്പോർഷൻ ചെയ്യാം. ദെൻ ഇപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസ് കണ്ടോ. ഡിപ്രീസിയേഷൻ അസറ്റ് വാല്യൂ, റിപ്പയേഴ്സ് അസറ്റ് വാല്യൂ, ജനറൽ എക്സ്പെൻസസ്, ഡയറക്റ്റ് വേജസ്, റെൻ്റ് ആൻഡ് ടാക്സസ്, ഏരിയ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ റേഷ്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ ഇവിടെ ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസ് 4:3:3:1:1. ഇവിടെ ടോട്ടൽ എക്സ്പെൻസസ് 3000 ഇൻറ്റു 4/12, 15, 16, ദെൻ 4/17 ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോവാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിപ്രീസിയേഷൻ അസറ്റ് വാല്യൂ 5:3:2:1:1, 12, 5/12, 3/12, then 2/12, 1/12, 1/12. ദെൻ ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ ജനറൽ എക്സ്പെൻസസ് ഡയറക്റ്റ് വേജസ് 7:6:5:1:1. 10,000നെ 7 6 13 5 18 19 20, 7/20, 6/20, 5/20, 1/20, 1/20. 10,000 into 7/20, 10,000 into 6/20, 7,000 into 5/20, 7,000 into 1/20. Then rent and taxes area 4:3:3:1:1. Then അവിടെ 600നെ 4/12. Then ഇവിടെ 6,000 into 600 into 3/12, 600 into 3/12 ഈ പറയുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്
എന്താ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കഴിഞ്ഞു. പിന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ഒന്നും കൂടെ നോക്കുക. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം അലോക്കേറ്റ് ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ് അലോക്കേഷനാണ്. പിന്നെ ബാക്കിയെല്ലാം സ്റ്റോഴ്സ്, മോട്ടീവ് പവർ, ലൈറ്റിംഗ്, ലേബർ വെൽഫെയർ, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, ജനറൽ എക്സ്പെൻസസ്, റെൻ്റ് ആൻഡ് ടാക്സസ് ഇതെല്ലാം തന്നെ ഏതിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്തിരിക്കുന്നത്? ദെൻ ഈ പറയുന്ന റേഷ്യോസിൻ്റെ 6:5:4:3:2 എന്നൊക്കെ പറയുന്നത് സ്റ്റോഴ്സ് ഓവർ ഹെഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, മോട്ടീവ് പവർ കിലോ വാട്ട്, ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസ്, ഡിപ്രീസിയേഷൻ അസറ്റ് വാല്യൂ, റിപ്പയേഴ്സ് അസറ്റ് വാല്യൂ, ജനറൽ എക്സ്പെൻസസ്, ഡയറക്റ്റ് വേജസ്, റെൻ്റ് ആൻഡ് ടാക്സസ് ഏരിയ. ഈ രീതിയിൽ ടോട്ടൽ എക്സ്പെൻസസിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ദെൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിലെ ടോട്ടൽ എന്ന് പറയുന്നത് 27,400. എന്നാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 8,340. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 6,220. Then production department C 5,100, production department X 4,100, production department Y service department X ഉം Y ഉം 4,100, 6,460. അപ്പോൾ ഈ മൂന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ രണ്ടും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ്. ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മറിയെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യുന്ന അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും ക്ലിയറായി. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 4,100ഉം 3,640ഉം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അത് അപ്പോർഷൻ ചെയ്യണം. ആദ്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷനിലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി 27,400, 8,340, 6,220, 5,100, 4,100, 3,640 ഇത്രയാണ് അതിൻ്റെ ടോട്ടൽ. നെക്സ്റ്റ് എക്സ്പെൻസസ് ഓഫ് എക്സ്. ദെൻ ഇവിടെ DE നിന്ന് ദറ്റ് ഈസ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് 4,100 എന്ന് പറയുന്നതിനെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യണം. ദെൻ അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 4:3:3 എന്നതാണ് റേഷ്യോ. അപ്പോൾ ദെൻ അവിടെ എന്താ ഇവിടെ ടോട്ടൽ വരുന്നില്ല. ഈ 4,100 എന്നുള്ളത് മൈനസ് ഫിഗർ ഇട്ടേക്കാണ്. 4,100ൻ്റെ ഇൻറ്റു 4/10 ദറ്റ് ഈസ് 1,640, 3/10 that is 1,230, then 3/10 1,230. ഇത് മൂന്നും ഇവിടേക്ക് അപ്പോർഷൻ ചെയ്തു. നെക്സ്റ്റ് 3,640 എന്ന് പറയുന്ന വൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാല്യൂവിനെ ദെൻ ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷനിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഡയറക്റ്റ് വേജസ് 7:6:5. Then 7:6:5. Then 3,640 into 7/18, 1,416. Then 3,640 into 6/18, 1,213. Then 3,640 into 5/18 that is 1,011. ഇത്രയും നമ്മൾ
അപ്പോർഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താ ചെയ്തു, ഈ 4100 എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ 0 ആയി മാറി. ഇവിടെ y എന്ന് പറയുന്നത് 0 ആയി മാറി. കാരണം എന്താ, ഈ എക്സ്പെൻസസ് കൂടെ, ഈ ഓവർ ഹെഡ് കൂടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ വാല്യൂ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 11,396, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 8,663 ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 7,341. ദെൻ ടോട്ടൽ 27,400. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം നന്നായിട്ട് എഴുതിയെടുക്കുക, പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ശരിയായിട്ട് ബേസ് പഠിച്ചുകൊണ്ട് ഏത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്പോർഷൻ ചെയ്യാനായിട്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.